എല്ലാവർക്കും നമസ്കാരം. കൊച്ചി മേയർ എന്ന രീതിയിൽ ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി നേരിട്ട് എനിക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു ആരോപണം, ആ ആരോപണം വസ്തുതാപരമായി സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നിങ്ങളുടെ മുന്നിൽ പറയുന്നതിന് വേണ്ടിയിട്ടുമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 10-15 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായ ഒരു ബിൽഡറുമായി ബന്ധപ്പെട്ട് ആ റോഡ് അസോസിയേഷൻ നടത്തിയ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു മധ്യസ്ഥ എന്ന രീതിയിലുള്ള ഇടപെടലാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അല്ലാതെ കൗൺസിലർ എന്ന എന്റെ പദവി ഉപയോഗിച്ചുകൊണ്ടോ എന്റെ പദവിക്ക് വിരുദ്ധമായ ഒരു കാര്യമോ ഇക്കാര്യത്തിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ഉത്തരവാദിത്വ ബോധമുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ഒരു കൗൺസിലറുടെ കീഴിൽ വരുന്ന പ്രദേശത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥ എന്ന രീതിയിൽ ഇടപെടേണ്ട ആവശ്യം എല്ലാ ജനപ്രതിനിധികൾക്കും ഉണ്ടാകുന്ന കാര്യമാണ്. ആ ഒരു മധ്യസ്ഥ പ്രവൃത്തിയിലൂടെ നടത്തിയിട്ടുള്ള ഒരു കാര്യം, ആ കാര്യം നമ്മളെ ട്രാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കലായി ദുരുപയോഗം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പ്രശ്നത്തിൽ എനിക്ക് ഇനി ഇടപെടാൻ പറ്റില്ല എന്നും ആ പ്രശ്നത്തിൽ തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിൽഡറുമായിട്ട് സംസാരിച്ച് അവർ ഉണ്ടാക്കിയ ഉടമ്പടിയിൽ നിന്നും ഞാൻ മാറിയിട്ടുള്ളതാണ്. അപ്പോ ഇത്തരത്തില് സത്യം ഇതാണെന്നിരിക്കെ എനിക്കെതിരെ വ്യക്തിപരമായി വിരോധമുള്ള ഈ പരാതിക്കാരൻ എന്ന് പറയുന്ന ആൾ നിരന്തരമായി എനിക്കെതിരെ പല പ്രാവശ്യവും വിജിലൻസിലും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഇതിനെക്കുറിച്ച് അന്വേഷണം വന്നപ്പോഴൊക്കെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കിയത് കൊണ്ട് തന്നെ ഈ അന്വേഷണം ഒരു കഴമ്പുമില്ലാതെ തുടർ നടപടികളില്ലാതെ പോയിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിലും എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നിന്നും പരാതിക്കാരന്റെ അപേക്ഷയിൽ സർക്കാർ അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഈ ഒരു രീതിയിൽ യഥാർത്ഥത്തിൽ കൗൺസിലർ എന്ന രീതിയിലുള്ള എന്റെ പദവി ദുരുപയോഗം ചെയ്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള എന്റെ മേലുള്ള സത്യസന്ധത തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളുമായി ഞാൻ മുൻപോട്ട് പോകും. ഇത്തരമൊരു സംഭവത്തിന്റെ സത്യാവസ്ഥ അറിയാവുന്ന ജനങ്ങൾ ഇവിടെയുണ്ട്. ആ ജനങ്ങളുടെ മുന്നിലാണ് ഞാൻ ജനവിധി തേടിയിട്ടുള്ളതും 2 പ്രാവശ്യം അതിനുശേഷം കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതും. സത്യാവസ്ഥ ഇതായിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി നടത്തിയ വീഡിയോക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള ഈ അധിക്ഷേപം അല്ലെങ്കിൽ അഴിമതി ആരോപണം അത് യഥാർത്ഥ സംഭവത്തിന് വിരുദ്ധമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയിട്ടുള്ളതാണെന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എന്തായാലും എന്റെ സത്യസന്ധത തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായ എല്ലാ നടപടികളും ഈ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഉത്തരവ് ലഭിച്ചതിന് ശേഷം അത് നിയമപരമായിട്ടുള്ള നടപടികൾ എങ്ങനെ സ്വീകരിക്കാമെന്നതിനെ കുറിച്ച് ആലോചിച്ച് അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ്.